തൃശ്ശൂർ എങ്ങാണ്ടൊരു കൊലപാതകം നടന്നെന്നും പറഞ്ഞ് കട്ടകാലത്തിനത് ഞാനൊന്ന് കണ്ട് പോലീസുകാർ കയറി ഇറങ്ങുക. തൃശ്ശൂരത്തെ പോലീസുകാർ ഒരു സൈഡിൽ, ഞാൻ കൊലപാതകം കണ്ടെന്ന് പറഞ്ഞ് എനിക്കെന്താ, ആ കൊലപാതകം ചെയ്തവൻ സുഖമായിട്ട് ജീവിക്കുന്നു, ഒരു ടെൻഷനും ഇല്ലാതെ. പോലീസുകാർ രേഖാചിത്രം വരയ്ക്കാൻ വേണ്ടി എന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ചേക്കുന്നു. എൻ്റെ പട്ടി പോവും രേഖാചിത്രം വരയ്ക്കാൻ. ആ കുറച്ച് നാള് മാമിയുടെ വീട്ടിലെങ്ങാനും പോയി ഒളിച്ച് താമസിക്കാം. ഡേ ഞാൻ ഇറങ്ങാണ് ചേട്ടാ. ഒരു വഴിക്ക് പോകല്ലേ, എന്നാ ഈ അച്ചാർ പിടിച്ചേ. ഈ അച്ചാറും വെച്ചത് ഈ രാസനാഥിപ്പൊടിയും കൂടെ കൊണ്ടുപോകും. ഒരു വഴിക്ക് പോവല്ലേ ഇരിക്കട്ടെ. എടി ഞാൻ സുഖവാസത്തിന് പോവുകയല്ല, പോലീസിനെ പേടിച്ച് ഒളിച്ചു പോവുക. എന്റെ മനുഷ്യ, നിങ്ങൾ കണ്ട കാര്യം അങ്ങ് തുറന്നു പറഞ്ഞേക്കാൻ മേലായിരുന്നോ? കണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വന്ന് എന്നെ കൊല്ലത്തില്ല, ഗുണ്ടാ. ഒന്നുമില്ല. പിന്നെ നോക്കട്ടെ, വിധവാ പെൻഷൻ മേടിക്കാൻ വേണ്ടി കൈ ഇരുന്നങ്ങ് ചൊറിയല്ലേ. ഞാൻ പേപ്പർ മേടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ വലിയ മോഹങ്ങളൊന്നുമില്ല. പേപ്പറും ഫോമും എല്ലാം തയ്യാറാക്കി വെച്ചേക്കല്ലേ. ശരി, മോനെവിടെ? മോനിവിടെ ഉണ്ട്. മക്കളെ മക്കളെ വിളിച്ചു. അച്ഛൻ വരാം കേട്ടോ. ഏതോ ഒരു കട്ടകാലത്തിനെ അച്ഛനെ പോലീസുകാർ വിളിക്കുന്നുണ്ട്, പോവുക. പെട്ടെന്ന് പോയിട്ട് വരാം. കൊച്ചു ടി വി ഒക്കെ അമ്മ ഇട്ട് തരും. കൊച്ചിന് കൊച്ചു ടി വി ഒക്കെ ഇട്ട് കൊടുക്കണേ. ഞാൻ വരാം കേട്ടോ, ഒരാഴ്ച വെച്ചിട്ട് വരാം. മക്കളകത്ത് കയറിക്കരുതേ. കൊച്ചു ടി വി അമ്മ ഇട്ട് തരാം കേട്ടോ. അയ്യോ നീ ആകെ തൊലഞ്ഞ്. എന്നാന്നേ? എടി ഞാൻ പറഞ്ഞില്ല, ആ കൊലപാതകം ചെയ്ത ഗുണ്ടാ. അവൻ എന്തിനാടി ഇങ്ങോട്ട് വരുന്നത്? എന്തിയേ? ഓ നമ്മുടെ വീട്ടിലോട്ട് വരുന്നവൻ. അയ്യോ എന്റെ ദൈവമേ. നീ എന്താണ് ഇവിടെ? പോലീസിൽ വിളിച്ചിരുന്നോ മണികണ്ഠ? ആര്? പോലീസുകാർ വിളിച്ചിരുന്നോ? പോലീസുകാർ വിളിച്ചു. ആ കൊലപാതകം കണ്ട ഞാനല്ലേ, രേഖാചിത്രം പറയണമെന്ന് പകർന്നു വിളിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല, എനിക്ക് താല്പര്യമില്ല. എനിക്കറിയാം, ഞാൻ അതൊക്കെ പോയി പറഞ്ഞു കൊടുത്താൽ നീ ഇവിടെ വന്ന് എന്നെ കൊല്ലുവന്ന്. മണികണ്ഠ, നീ എവിടെ പോയാലും, ലോകത്തിന്റെ ഏത് കോണി പോയാലും നിന്നെ പോലീസ് പൊക്കും. നിന്നോട് അവർ ചോദിക്കും, നീ ആളെ കണ്ടോ, കണ്ടെങ്കിൽ രൂപം പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് മരപ്പിക്കുന്ന ആളെ കൊണ്ട് മരപ്പിക്കുവര്. ഞാൻ ഇതിൽ കൂടെ എന്ത് ചെയ്യാനാ? വരച്ചാ നീ കൊല്ലും, വരച്ചില്ലെങ്കിൽ പോലീസുകാരിക്കും. പറഞ്ഞു കൊടുക്ക്, അവർ വരയ്ക്കുമല്ലോ. കുഴപ്പമില്ല. എന്ത് കുഴപ്പം? കണ്ടോ? ഞാൻ പേടിച്ചു പോയി. കാരണം എന്ന് പറഞ്ഞാ നിന്റെ രൂപം വരച്ചു കൊടുത്തു കഴിഞ്ഞാ നിനക്ക് വിഷയമാവും. അപ്പൊ ഞാൻ വരച്ചു കൊടുക്ക. പിന്നെന്താ? പക്ഷെ എന്റെ മുഖം ആവരുത്. പിന്നെ ഞാൻ ബോബിന് മുകളിലെ പട്ടിയെ വരച്ചു കൊടുക്കണോ? ഈ പട്ടിയെ പൂച്ച വരയ്ക്കും, പക്ഷെ എന്റെ മുഖം ആവരുത്. എടാ ഇത് എന്ത് വർത്തമാനാണ് പറയണത്? നീ അല്ലേടാ ഒരുത്തനെ കൊന്നത് ഞാൻ കണ്ടത്. ഞാൻ സാധാരണ ഒരു വീട്ടിൽ ചെല്ലുമ്പോ അവിടെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഏതാ ചുവന്ന ബാറ്ററി? ബോംബ. അയ്യോ റിമോട്ട് എന്തെങ്കിലാണ് എറിയരുത്. ഈ റിമോട്ട് ഞാൻ അമർത്തിയാൽ നിന്ന് കത്തുന്നീ, നിന്ന് പൊട്ടുന്നീ. എന്തിനാണ് ഈ മഹാഭാവം ചെയ്യുന്നത്? പോലീസ് ഇപ്പൊ വരും, അനുഭവം ഒരു കുഞ്ഞേ ഉള്ളൂ. വെക്ക്. എന്നിട്ട് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്ത് പറഞ്ഞു കൊടുക്കണം? എന്റേതല്ലാത്തൊരു രൂപം, അതല്ലെങ്കിൽ നീ ആകാശത്ത് നിന്ന് കത്തും. ഞാൻ ഈ വിരൽ അമർത്തിയാ മതി. എടാ തൃശ്ശൂർ പൂരത്തിന് പോയി നിനക്ക് എത്രയും പൂരം കാണാം. ഞാൻ എന്തിനാ കത്തുന്ന കൂടെ മാറ്റം? നീ കത്തണം, നീ നിന്ന് കത്തണം. പോലീസുകാർ ഇപ്പൊ എത്തും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ. ഇങ്ങനൊരു സാധനം ഇല്ല. ഏത് സമയത്താണോ? ആ ഏമാര് വരുന്നുണ്ട്, പോലീസുകാർ വരുന്നുണ്ട്. പൂരത്തിന് വിളിച്ചപ്പോ ഇവനാ പ്രതിയെ കണ്ടത്. ഇത് പൊട്ടുവോ? എങ്ങനെ മനസ്സിലായി? വയറെന്താണ് ഇങ്ങനെ പല തരത്തിലുള്ള വയറ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഗ്യാസിന്റെ പ്രോബ്ലം ആണ് മാഡം. ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എടാ നിന്നെ സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചിട്ട് നീ എന്താ പറഞ്ഞത്? എനിക്ക് സ്റ്റേഷനിൽ കയറുന്നത് പേടിയാ. നിനക്ക് പേടിയല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതാരാന്നറിയോ? പ്രശസ്തനായ ആർട്ടിസ്റ്റാ, രേഖാചിത്രം വരയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന. നീ അയാളുടെ രൂപരേഖകൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്, അവൻ വരയ്ക്കും. മേഡം ഞാൻ പറഞ്ഞു, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്കൾ ആരാ? ഞാൻ അളിയനാ. അളിയനാ? കണ്ടുപിടിക്ക്. അളിയനൊന്നും അല്ല. അല്ലേ? ആ റിമോട്ട് കിടന്ന് ഞാൻ ടി വി കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ സ്വന്തം അളിയൻ. അളിയനെ കണ്ട് പഠിക്കണോ താനെ? എന്നിട്ടാണോ താൻ സ്റ്റേഷനിലോട്ട് വരാത്തെ? എന്നാ പിന്നെ എന്താണോ നോക്കി നിൽക്കുന്നേ? വ്യക്തമായിട്ട് താൻ കണ്ട കൊലപാതകയുടെ മുഖം കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്ക്, പുള്ളി വരയ്ക്കട്ടെ. കൃത്യമായിരിക്കണം. മണിയണ്ട, സത്യം പറഞ്ഞാലേ ഞാനൊരു പുകമറ പോലെ കണ്ടോളൂ. അപ്പൊ കുഴപ്പമില്ല, പുകമറ വന്നോട്ടെ. ബാക്കി ഞാൻ കൈ നിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓ ശരി ശരി. ഈ തല എങ്ങനെ ഇരിക്കും? റൗണ്ടിലിരിക്കും അതോ ഇങ്ങനെ വട്ടത്തിലിരിക്കും? തലയോ? തല മുഖത്തിന്റെ ഷേപ്പാ. ഓ റൗണ്ട് ആയിട്ടിരിക്കോ അതോ ഇങ്ങനെ നീളം? പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുക്ക്. വട്ടത്തിൽ വന്നിട്ട് നീളത്തിലുള്ളൊരു ഷേപ്പ്. പൊട്ടും.
ആ അപ്പൊ ഓവലായിരിക്കും. അതായത് നമ്മൾ മുട്ട പപ്സൊക്കെ ഉണ്ടാക്കുന്ന മറ്റേ സാധനം. അത് ഓവലല്ലടോ, അതല്ല ഓവൽ ഷേപ്പ് എന്ന് വെച്ചാൽ മുട്ടയില്ലേ, മുട്ടയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഇങ്ങനെ ഇതിൽ വന്നിട്ട് കൺഫ്യൂഷൻ അതാ അങ്ങനെ ആയി പോയത്. ഓവൽ ഷേപ്പ്. പിന്നെ പിരിവുണ്ടോ? ആ ഉണ്ട്, ആഴ്ചക്ക് 3 പിരിവുണ്ട്. അയ്യോ അതല്ലെന്ന് പിരിവിന്റെ കാര്യം അല്ലെന്ന്. പുരികം എങ്ങനെ ഇരിക്കുമെന്ന്. അത് കണ്ണിന്റെ മുകളിലിരിക്കും. അല്ലടാ ഞങ്ങളുടെയൊക്കെ കണ്ണിന്റെ അടിയിലാടാ ഇരിക്കുന്ന പിരികം. ഇവൻ അങ്ങനെ ആ എന്റെ അല്ലെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അങ്ങോട്ട്. പുരികം എങ്ങനെ കട്ടിയുള്ള പുരികമാണോ, നേർത്ത പുരികമാണോ, ഇനി എന്റെ പുരികം പോലുള്ള പുരികമാണോ? ഏകദേശം ഇതേപോലത്തുള്ള ആണോ? ഏ? ആ ആ മോന്റെ കാറും എടുത്തിട്ട് റിമോട്ടുള്ള കാറ് അല്ലല്ല, ഇങ്ങനത്തുള്ള അല്ലാന്നാ പറഞ്ഞ. അങ്ങനല്ല. ഇങ്ങനത്തുള്ള അല്ല, ഏകദേശം ഒരു ചെറിയ നൈസ് ആ, രീതി. എന്നാ പിന്നെ 2-3 റൂം അങ്ങോട്ട് വരച്ചു വെക്കണോ പിരികത്തിന്റെ അവിടെ. നല്ല രോമം. മേഡം പറഞ്ഞല്ലേ? കണ്ണ് എങ്ങനെ ഇരിക്കും? കണ്ണ് ഒരു മനുഷ്യൻ എങ്ങനെയാ കണ്ണിരിക്കുന്നത് അതേപോലൊക്കെ ഇരിക്കും. അതല്ലെന്ന് വെള്ളിക്കണ്ണുണ്ട്, ബാഗ കണ്ണുണ്ട്, പൂച്ച കണ്ണുണ്ട്, അങ്ങനെ ഒരുപാട് കണ്ണുകളുണ്ട്. അപ്പൊ കണ്ണെങ്ങനെ ഇരിക്കുമെന്നാണ് ചോദിച്ചത്. പറഞ്ഞു കൊടുക്കണോ കണ്ണെങ്ങനെ. മേഡത്തിന്റെ കണ്ണ് പോലിരിക്കും. അപ്പൊ ഒരു കണ്ണ് ചെറുതും ഒരു കണ്ണ് വലുതും. ഇങ്ങനെ മേഡത്തിന്റെ കണ്ണ് പോലിരിക്കും. എക്സ്ക്യൂസ് മീ, എന്താ ഒരു 2 സെക്കൻഡേക്ക് ഈ കണ്ണടിക്ക് വേണ്ടി തരൂ. പിന്നെന്താ, നമുക്ക് പ്രതിയെ കിട്ടിയാ പോരെ. വരച്ചു. മേഡം റൂട്ട് മാറി പോകുന്നു. മേഡം കണ്ണ് കണ്ണ് കണ്ട് കണ്ണ് കണ്ടു വരാ. കുഴപ്പമില്ല, ഇതുപോലെ തന്നെയല്ലോ. ആ കണ്ണുണ്ട്. മൂക്ക് മൂക്കെങ്ങനാ? മൂക്കെങ്ങനെ? മൂക്കെങ്ങനാ? മൂക്ക് മേഡത്തിന്റെ മൂക്കുകൾ കൊണ്ടിരിക്കും. അതാ മൂക്ക് വരച്ച, പക്ഷെ മൂക്കൽ ഉണ്ണി വരയ്ക്കരുത്. ഉണ്ണി ചേച്ചി. മേഡത്തിന്റെ മൂക്ക് വേണം കൊണ്ടിരിക്കും. പിന്നെ ചുണ്ട് എങ്ങനെയോ? ചുണ്ട് ഇനി അതുകൊണ്ട് എന്റെയാന്ന് പറഞ്ഞേക്കത് കേട്ടോ. നീ എനിക്ക് എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോടാ? അവൻ വരച്ച് എന്റെ പടം വരച്ചു വെക്കും. അവസാനം ഞാനാ പ്രതി എന്ന് പറയും. അല്ല മേഡം ടെൻഷൻ അടിക്കണ്ട. മേഡം അല്ലല്ലോ ചെയ്തത്. ഞാനല്ലല്ലോ. പിന്നെ മേഡത്തിന് ടെൻഷൻ അടിക്കേണ്ടത്. പിന്നെ എന്റെ ചുണ്ട്, എന്റെ മൂക്ക്, എന്റെ കണ്ണെന്നൊക്കെ പറയുന്നത് എന്തിനാ? ഇല്ല മൂക്കും കണ്ണും മാത്രമല്ലേ പറഞ്ഞോളൂ. ഇനി ബാക്കിയോടെ പറയട്ടെ. ഏകദേശം ചുണ്ട് ചുണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു ചുണ്ട് എങ്ങനെ ഇരിക്കുന്നു പറഞ്ഞോട് നീ. ഇരിക്കുന്നു ചുണ്ട്. ഇങ്ങോട്ട് വരാ. ഓക്കേ. പല്ലൊക്കെ എങ്ങനെ? പല്ലക്കെന്ന് പറഞ്ഞാൽ രാജകുമാരിമാരൊക്കെ പോകുന്നത് നല്ല ഇങ്ങനെ സാരിയൊക്കെ ഇട്ട് ഇങ്ങനെ കട്ടം മാറ്റി നോക്കുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. എടാ, ഞാനെന്നോട് പല്ല് എങ്ങനാന്നാടാ ചോദിച്ചത്? പല്ല് വലിയ പല്ലാണോ ചെറിയ പല്ലാണോ ഇടവുള്ള പല്ലാണോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ മേഡം? അതെ അതെ, അറിയാം. അതെ കണ്ടെങ്കിൽ പറഞ്ഞു വിടറാ. പറയങ്ങോട്ട്. ചോണ പറ. ഞാനങ്ങ് പറയാൻ പറയണം. നിന്ന് ചിരിക്കും. പല്ലെങ്ങനാ? പല്ല് ഏകദേശം ഗ്യാപ്പിട്ട് അവിടെ ഇവിടെയൊക്കെ ഗ്യാപ്പിട്ട പല്ല്, ഗ്യാപ്പിട്ട്. താടി മുടിയുണ്ടോ? താടിയും മുടി എന്ന് പറഞ്ഞാ ഉണ്ട്. തൃശ്ശൂർ പൂരത്തിന് നമ്മൾ പണ്ടൊരിക്കൽ പോയപ്പോ ഉള്ള ഓർമ്മയില്ല എനിക്ക്. തൃശ്ശൂർ പൂരത്തിന് പോയപ്പോ നമ്മള് ഇങ്ങനെ ഏറിലെന്ന് കത്തൂടാ. നിലമിട്ടിട്ടില്ലേ മേഡം? മേളിൽ നിന്ന് കത്തും. പിന്നെ അതിന്റെ കൂടെ ഒരാളോട് ഉണ്ടെങ്കിലോ പറയണ്ട. താടി മുടി ഉള്ളവരാണെന്ന് കണ്ടാ അറിയാം. പക്ഷെ നീ പറ. എത്ര ഉത്തരവാദിത്വം? കുഞ്ഞിന് നശിച്ചാ താടിമുടി. താടിമുടി ഞാൻ കണ്ടപ്പം ക്ലീൻ ഷേവ് ആയിരുന്നു. പക്ഷെ ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ട്. താടിമുടിയല്ലേ മേഡം? വന്നോളും, വരും പോവും. ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ കാണുമ്പോഴത്തേക്ക് ക്ലീൻ ഷേവ് ആയിരുന്നു. ക്ലീൻ ഷേവ് മതി. അപ്പൊ പിന്നെ വളരത്തില്ല. പിന്നെ വളരായിരിക്കും. ഇപ്പൊ നമുക്ക് ക്ലീൻ അല്ല ഷേവ്. പണത്തിന് വളരത്തില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. മേഡം ഏകദേശം കിട്ടിയിട്ടുണ്ട് മേഡം. ഏകദേശം കിട്ടിയിട്ടുണ്ടോ? ഏകദേശം എവിടെ നോക്കട്ടെ? അവനെ എന്റെ കയ്യിലോട്ട് കിട്ടിയാൽ മേഡം ഞാനൊരു കാര്യം പറയാം. ഈ ആളെ കിട്ടിയ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് അവര് അർഹതപ്പെട്ട ശിക്ഷ കൊടുക്കണം. കൊടുത്തിരിക്കും. മലമ്പാമ്പ് കുത്തും എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കുത്തും, കടിക്കും, മുറിയും. അതിപ്പോ ഇവിടെ പറഞ്ഞിട്ട് അല്ല, ഇവിടെ പറഞ്ഞ വേറെ നിന്ന് പൊട്ടും. എനിക്ക് അത്ര അറിയാം. ഇതിനുള്ള ഉദ്ദേശിച്ച ആൾ ഇത് തന്നെയാണോ? ആണോ? എന്നൊന്ന് കാണിക്കേ നോക്കട്ടെ. കാണിച്ചേ. ഞാൻ വരച്ചതാ. ഇതാണോ പറഞ്ഞ രേഖ? എടാ, അത് എന്നെ കാണിക്കണോ? കുറച്ച് പുരികം. ഞാൻ വരച്ചതാ. ഞാനല്ലേ എസ് ഐ. അടിപൊളിയല്ലേ? കപ്പലിൽ തന്നെ ആയിരുന്നല്ലോ. നോക്കട്ടെ. യഥാർത്ഥ പ്രതി ആരാന്ന് കണ്ടോ? സത്യമായിട്ട് നീ തന്നെ
സത്യമായിട്ട് ഞാനല്ല. ഈ കഞ്ചാവ് നീ എന്നെ വിട്ടിയൊക്കെ മേഡം ക്ഷമിക്കണം. കാരണം വെച്ചാല് അവന് ഈ മേഡം ഒരു കാര്യം please. മേഡം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, അങ്ങനെ ഒരാളല്ല അവൻ. ഒന്നുകൂടി ശ്രദ്ധിക്കണം, നിങ്ങൾ ഒന്നുകൂടി അന്വേഷിക്കുന്നു. അല്ലെങ്കിൽ ആളുകൾ സ്വന്തം രൂപം പറഞ്ഞു തരും മേഡം. പക്ഷേ ഇദ്ദേഹത്തിന്റെ പെൻസിൽ കള്ളം പറയത്തില്ല, ഇദ്ദേഹം വരച്ചത് കൃത്യമായിട്ടുള്ള മേഡം പേടിച്ചിട്ടോ മേഡം, ഒന്നും ചെയ്യല്ലേ മേഡം. പാവം പോലെ ഇരിക്കുന്ന മേഡം, അവൻ ആയിരിക്കത്തില്ല. അല്ല വെപ്രാളത്തിൽ പറഞ്ഞപ്പോ ഇങ്ങനെ ആയിപ്പോയതായിരിക്കും. ഈ കജാവ് അടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അല്ല, എനിക്ക് തോന്നുന്നു അങ്ങ് ഇദ്ദേഹത്തെ നോക്കി വരച്ചിട്ടുള്ള ഒരു പ്രശ്നമാണത്. അയ്യോ, അതല്ല. ഞാൻ പറഞ്ഞ അനുസരിച്ചാ വരച്ചത്. മേഡത്തിന്റെ കണ്ണ് പോലെയാണ് എന്റെ കണ്ണ്. അല്ലല്ലോ. ഈ കണ്ണ് നോക്കിയിട്ട് അങ്ങനെ വരച്ച ഇയാള്. ചുമ്മാ മേഡം നോക്കിട്ടുന്നു, അതാണ് സംഭവിച്ചത്. മേഡം ഞാനൊന്ന് ഓർത്തിട്ട് ഞാൻ ഒരു ദിവസം വന്ന് പറഞ്ഞുതരാം പ്ലീസ്. ശരി, എന്നാ ഇപ്പോഴത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി ഞാൻ ഇയാളല്ല, വേറൊരാളെയും കൊണ്ട് ഞാൻ വരും രേഖാചിത്രം വരയ്ക്കാന്. ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞോളാം. അന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞേ മേഡം, എനിക്കിവിടെ ഇവിടെ നിൽക്കാൻ അളിയനോട് ഉണ്ടാവും. ഉണ്ടാവും, ഞാനുണ്ടാവും. എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. കൃത്യമായിട്ട് പറയണം കേട്ടല്ലോ. കൃത്യമായിട്ട് പറഞ്ഞോളാം. ഇപ്പൊ ഞാൻ പോവാ. എന്റെ പെണ്ണുമ്പിള്ള കരഞ്ഞോണ്ട് എന്നാലും നിനക്കൊന്നും തന്നില്ലെങ്കിൽ എനിക്ക് ബാളു എടുക്കലോ എന്റെ സമ്മാനമൊക്കെ. എനിക്ക് സമാധാനമല്ല, ഇനിയെങ്കിലും ഇറങ്ങി പോയിക്കൂടെ? ഇതെടുക്കാവോ? എനിക്ക് പേടിയാവുന്നു, ഇതെടുക്കാവോ? കുറച്ച് നിൽക്കാം. ആ ബാങ്ക് എടുക്ക് മണികണ്ട. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങള് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. സൂക്ഷിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അതൊന്നും പൊട്ടില്ല, ഞാനത് വേറെ ഒന്നും ഇല്ലായിരുന്നല്ലോ. വേറെ ഒന്നുമില്ല. എന്നാലും ഒരു കാര്യം സന്തോഷമുണ്ട് എനിക്ക്, നിന്റെ ജീവൻ പണയം വെച്ചിട്ട്, അതായത് നിന്റെ പടം നീ സ്വയം വരച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്തിയല്ലോ നീ. അതിന്റെ ഒരു നന്ദി സ്നേഹം എനിക്ക് ഇതിനോടുണ്ട്. വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോണ്ട. പറഞ്ഞു മനസ്സിലായല്ലോ? വളരെ സന്തോഷം തന്നെ, നീ ഒന്ന് പോയി കിട്ടിയല്ലോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, കാണാമോ? കാണണമെന്നില്ല. ആ ഇനി എന്തുവാ കൊല്ലടോ എന്നെ. വേണ്ട, അവിടെ എങ്ങനെ പോയിന്നുണ്ട് കളി. മനുഷ്യന്മാരിങ്ങനെയുണ്ടോ? പോയല്ലേ ദൈവമേ, സമാധാനമായി. കൊച്ചിന്റെ ഭാഗ്യം. അയ്യോ മോനെ, അച്ഛൻ എങ്ങും പോകുന്നില്ല, ഇനിയിപ്പോ വീട്ടിൽ തന്നെ നിൽക്കാം കേട്ടാ. മോനെന്താ വേണമെന്ന് പറഞ്ഞേ? കൊച്ചു ടിവിയാ? ഓ, ഈ കൊച്ചു ടി വി അച്ഛൻ വെച്ച് തരാ. മോരുത് കണ്ടോ? എന്റെ ദൈവം. അയ്യോ, അത് ഞാൻ കൊച്ചു ടി വി ഇട്ടപ്പോഴാണല്ലോ പൊട്ടിത്തെറിച്ചത്. ഇവിടെ പൊട്ടിത്തെറിക്കുന്നത്. എടി, അവൻ എടുത്തോണ്ട് പോയി നമ്മുടെ ടിവിയുടെ റിമോട്ട് അടി. അപ്പൊ ഇതോ? ഇത് അവന്റെ ബോംബിന്റെ റിമോട്ട്. ഇതാ പറയുന്നത്, കുറ്റം ചെയ്യുന്നവർക്ക് ദൈവത്തിന്റെ കോടതിയിൽ ശിക്ഷ ഉറപ്പാ. അതാണ്.